ബാറുടമകളിൽ നിന്ന് പണം പിരിക്കാനുള്ള ബാറുടമകളുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റിന്റെ നീക്കം അന്വേഷണത്തിലേക്ക്. 25 കോടിയുടെ അഴിമതിയാണ് സർക്കാർ ലക്ഷ്യമിട്ടതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മദ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ ചർച്ച തുടങ്ങിയിട്ട് പോലുമില്ല എന്നും ഭരണപക്ഷവും വാദിക്കുന്നു. ശബ്ദ സന്ദേശത്തിൽ ആരോപിക്കുന്ന പോലെ പണപ്പിരിവ് നടക്കുന്നുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിനു പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണമെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ് പോലീസ് ചീഫിനോട് ആവശ്യപ്പെടുന്നു. നോട്ടെണ്ണൽ യന്ത്രം ആരുടെ കയ്യിലാണ് ഇപ്പോൾ എന്നാണ് അന്വേഷിക്കേണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. നോട്ടെണ്ണൽ യന്ത്രം ഇടതുപക്ഷം. അനിലക്കരെ കോൺഗ്രസ്, JR പത്മകുമാർ BJP, H സലാം CPIM, ഒപ്പം തന്നെ അരവിന്ദൻ ബാർ ഉടമയും കൂടി നമ്മോടൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം H സലാം മറുപടി പറയുക. 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും, ബാക്കി സമയത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിലും പറഞ്ഞതാണ് ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം എന്നാണ് ഒരു ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് മറ്റ് ബാർ ഉടമകളോട് പറയുന്നത്. ആരാണ് ഈ പൈസ ആവശ്യപ്പെട്ടത്? ശ്രീ നികേഷ്, ഇതിനകത്ത് ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ആര് എങ്ങനെ എന്തു പറഞ്ഞു എന്ന് ഒരാൾക്കും പറയാൻ പറ്റുന്നേയില്ല. ഇതൊരു മദ്യനയത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് പെരുമാറ്റത്തിൽ നിൽക്കുമ്പോൾ ഇതുവരേക്കും ഗവൺമെന്റ് ഒരു ചർച്ചയുടെ ഒരു പ്രാഥമികമായ ഒരു ആലോചന പോലും നടത്തിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾക്കെല്ലാം നല്ലവണ്ണം അറിയാം. ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നവർക്കുൾപ്പെടെ നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഔദ്യോഗികമായ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പ്രാഥമികമായ ഒരു നയം രൂപീകരിക്കപ്പെടുമ്പോൾ പ്രാഥമികമായി ആലോചിക്കേണ്ട ഏറ്റവും പ്രൈമറി ആയ ഒരു ആലോചനയുടെ ഒരു തുടക്കം പോലും ഇല്ലാത്തൊരു കാര്യത്തിന് മേലെ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യാൻ പോകും. മുൻകാലങ്ങളിലും ആ ഘട്ടത്തിൽ തന്നെയാണ് അഴിമതി നടന്നിട്ടുള്ളതായി നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. H സലാം, കഴിഞ്ഞ തവണ എന്താണ് K ബാബു ബാർ ഫീസ് 5 ലക്ഷം രൂപ കൂട്ടാൻ പോകുന്നു എന്ന് ബാർ ഉടമകളെ വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ ബാർ ഉടമകൾ പണം കൊണ്ടുകൊടുത്തു എന്നാണ് നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപയ്ക്ക് പകരം 1 ലക്ഷം രൂപ കൂട്ടി. ഇത് നിങ്ങൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. ഏതാണ്ട് ഇതേ ഘട്ടം തന്നെയാണ് അന്നും ഉണ്ടായത്. ഞാൻ പറയാം നികേഷ്, ഇപ്പൊ LDF സർക്കാർ വന്ന ശേഷമുള്ള കഴിഞ്ഞ മദ്യനയം, ആ മദ്യനയത്തിന്റെ ആ ദിവസം അതിന്റെ തൊട്ട് പുറകോട്ടുള്ള ദിവസം നമ്മൾ നോക്കിയാൽ നിങ്ങൾ കൊടുത്ത വാർത്ത എങ്ങനെയാണ്? ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട വാർത്ത എങ്ങനെയാണ് അന്ന് കൊടുത്ത്? ഡ്രൈ ഡേ ഒഴിവാക്കപ്പെട്ടോ കേരളത്തിൽ? ആ നയം നടപ്പാക്കപ്പെട്ട ഈ കാലത്ത്, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പാക്കപ്പെട്ടോ? അന്നും ഇതേ വാർത്തയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മാധ്യമങ്ങൾ കുറച്ചുപേർ ശ്രമിക്കുന്നത് UDFന്റെ കാലത്തെ ഉള്ള പോലെ ബാർ ഉടമകൾക്കോ അല്ലെങ്കിൽ മറ്റു ഹോട്ടൽ ഉടമകൾക്കോ വേണ്ടിയുള്ള ഒരു നയം നടപ്പാക്കപ്പെടുന്നു എന്ന് അതിനോട് സാമ്യപ്പെടുത്തി അതിന് സമാനമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നയമുണ്ടാക്കുന്നത് എന്ന് രണ്ടു കൂടി സമീകരിക്കാൻ വേണ്ടിയുള്ളൊരു വല്ലാത്ത തന്ത്രപ്പാട് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അനിലക്കരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരമേറിയതിന് ശേഷം ആദ്യ പിണറായി വിജയൻ സർക്കാർ 5 ലക്ഷം രൂപയും പിന്നീട് രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാർ MV ഗോവിന്ദൻ്റെയും MP രാജേഷിൻ്റെയും കാലഘട്ടത്തിൽ 7 ലക്ഷം രൂപയും ബാറിൻ്റെ ലൈസൻസ് തുക കൂട്ടി. അതായത് ഈ രണ്ട് സർക്കാരുകളുടെ 8 വർഷ കാലയളവിൽ ആകെ ഉണ്ടായിരുന്ന ബാർ ലൈസൻസ് തുകയുടെ 50% വർദ്ധിപ്പിച്ച സർക്കാരാണ് ഇപ്പോൾ ബാർ ഉടമകളിൽ നിന്ന് നയം മാറ്റത്തിൻ്റെ പേരിൽ പണം പിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാർക്കും വിശ്വസിക്കാനാകില്ല എന്നാണ് എക്സൈസ് മന്ത്രി അല്പം മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇതിവിടെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്ന കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞവരും, ഉറപ്പാണ് LDF എന്ന് പറഞ്ഞവരും, LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ച് മദ്യവർജനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പൊ ആളുകളുടെ വാക്ക് ആരാണ് ഇനി വിശ്വസിക്കാൻ പോകുന്നത്? ഇവിടെ കൃത്യമല്ലേ, ഇവിടെ നികേഷ് പറഞ്ഞ പോലെ ലൈസൻസ് ഫീസിന്റെ കേസിൽ ചെറിയ വർധനവ് വരുത്തി ആളുകളുടെ കയ്യിൽ ഒരു പൊടിയിട്ട് അതിന് പകരം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 801ഓളം ബാറുകളാണ്. 669 ബാറുകളാണ് LDF സർക്കാർ വന്നതിന് ശേഷം പുതുതായി വന്ന ബാറുകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വന്ന 139 ബാറുകളാണ്. അപ്പൊ ഇതൊക്കെ അവര് പൊടിയിടാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇത് നമ്മൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ UDF കൊണ്ടുവന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഒരു ആരോപണമാണ്. ബാർ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം തന്റെ സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ
സഹബാർ ഉടമകൾക്ക് അയച്ച ഒരു സന്ദേശമല്ലേ അടിയന്തരമായും ഇത്ര 2.5 ലക്ഷം രൂപ വെച്ച് തരേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുന്ന കാര്യമാണല്ലോ. ഇത് സാധാരണ രീതിയിൽ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് എങ്കിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ. അല്ല, പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് സന്ദേശത്തിൽ വരുന്നത് ആരോപിക്കുന്നത് പോലെ ഇത് വളരെ പണപ്പിരിവ് കൃത്യമാണ്. നടക്കുന്നുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ആര് എന്നും ചോദ്യം ഉന്നയിച്ചുകൊണ്ട് എം പി രാജേഷ് പോലീസ് ചീഫിനൊരു കത്തെഴുതിയിട്ടുണ്ട്. അത് പരാതിയായി സ്വീകരിച്ച് അന്വേഷണം നടത്തിയാൽ അവസാനം കോൺഗ്രസ്സുകാർ കുടുങ്ങുമോ അനിൽ അക്കരെ? പിന്നെ നികേഷേ, ഇത് സമാനമാണല്ലോ. ലൈഫ് മിഷൻ കേസിൽ CBI FIR ഇടാൻ പോയ സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് ഇതിൽ അഴിമതി അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസിനെ ഏൽപ്പിച്ചിട്ട് ആരാണ് പിന്നെ അറസ്റ്റിലായത്? ഏത് പ്രതിയാണ് ഇവർ അറസ്റ്റ് ചെയ്തത്? ഇതൊക്കെ ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം എന്നതിനേക്കാൾ വിട്ട് ഇത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ 5 സ്റ്റാർ ബാറുകൾ ഉണ്ടായിരുന്ന സമയത്ത് 5 സ്റ്റാർ ബാറുകൾക്ക് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാറുകൾ കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് 2016 ഏപ്രിൽ 18 അന്നത്തെ കേരളത്തിന്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞ ആരോപണങ്ങൾ ഇന്ന് നിലനിൽക്കുകയല്ലേ. പ്രതിപക്ഷ നേതാവ് കൃത്യമായ ആ വിഷയത്തിൽ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോ CPMന്റെ പ്രതിനിധി ശ്രീ സലാം പറഞ്ഞ എന്താണ്? UDFന്റെ കാലത്ത് മദ്യ നയത്തിലുണ്ടായ അല്ലെങ്കിൽ ബാർ കോഴയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ? അന്ന് ഇവർ പറഞ്ഞത് ശ്രീ KM മാണി സാറിനെ കുറിച്ചാണ്. ആ മാണി സാറിനെ കുറിച്ച് പറഞ്ഞ പിന്നെ വാദത്തിൽ ഇപ്പൊ ഇവർ ഉറച്ചു നിൽക്കുകയാണോ? എനിക്കത് അറിയേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അന്നും പറഞ്ഞു ആ വിഷയത്തിൽ അന്ന് യാതൊരു അഴിമതിയും കാലഘട്ടത്തിലെ നടന്നിട്ടില്ല. KM മാണി പണം ചോദിച്ചു ബാർ ഉടമകളോട് എന്നായിരുന്നല്ലോ CPM ഉന്നയിച്ചിട്ടുള്ള ആരോപണം. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു ഭാഗം കൂടി പറയണ്ടേ നികേഷ്? ഇതില് ബാറുകാരെ ഗവൺമെന്റ് സഹായിക്കാനുള്ള നിലപാടുണ്ടെങ്കിൽ ഏതെല്ലാം കാര്യത്തിൽ സഹായിക്കാൻ പറ്റും? ഒന്ന്, ശ്രീ നികേഷ് പറഞ്ഞ ലൈസൻസ് ഫീസുമായി ബന്ധപ്പെട്ട കാര്യത്താണ് പ്രധാനമായും സഹായിക്കാൻ പറ്റുക. പിന്നെ ക്രമക്കേടോ മറ്റു കാര്യങ്ങളോ വന്നാൽ അതിന്റെ ഒരു ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം സഹായിക്കാൻ പറ്റും. ഔട്ട്ലെറ്റുകൾ എണ്ണം കുറച്ചു കൊടുത്താൽ, ബിവറേജിന്റെ ഔട്ട്ലെറ്റ് എണ്ണം കുറച്ചു കൊടുത്താൽ ബാറുകാരെ സഹായിക്കാൻ പറ്റും. ഈ 3 കാര്യത്തിൽ UDFന്റെ കാലത്താണോ ബാറുകാർക്ക് സഹായം കിട്ടിയത്, LDFന്റെ കാലത്താണോ? കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കോ. ശ്രീ നികേഷ് തന്നെ ഇവിടെ കണക്ക് പറഞ്ഞു. നിലവിലിപ്പോ 35 ലക്ഷമാണ്. അതല്ല നമ്മുടെ വിഷയം. ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം KM മാണി ബാർ ഉടമകളോട് പണം ചോദിച്ചു എന്നാണ്. അന്ന് രമേശ് എന്ന് പറയുന്ന ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് ഒരു ടെലിവിഷൻ ചാനലിൽ ചെന്ന് പറയാണ് KM മാണി ഇതാ ഇത്രയധികം രൂപ ഞങ്ങളോട് ചോദിച്ചു എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ആക്ഷേപം ഉന്നയിച്ചിരുന്നു, നിങ്ങൾ ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പൊ ആ വിഷയത്തിൽ ഉറച്ചു വെക്കുന്നുണ്ടോ എന്നാണ് അല്ലക്കര ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട്, അത് ഞാൻ പറയാം. അത് മാത്രമല്ല, ബാബു നേരിട്ട് പണം കൈപ്പറ്റിയെന്ന് തെളിവോടെ. അത് ഞാൻ പറയാം അനിൽ ശ്രീ അനിൽ ഞാൻ പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ സംസാരത്തിനിടയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചത് വഴങ്ങിയതാണ്. അതിനുള്ള മറുപടിയാണ് പറയേണ്ടത്. ബാക്കി പിന്നെ ചർച്ച ചെയ്യാം. അതെ, ഞാൻ പറയുന്നു ബാബു പണം കൈപ്പറ്റിയ തെളിവോട് കൂടി ബാബുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അതിനെക്കുറിച്ച് മറുപടി ഇല്ല എന്നാണല്ലോ കാണേണ്ടത്. അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ശരി, അല്ല, നിങ്ങൾ രണ്ടുപേരും അക്കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. എന്തായാലും CPMന്റെ കാര്യത്തിൽ പറഞ്ഞോളൂ. ബാബു, ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഓർഡറല്ലേ? ആ ഗവൺമെന്റ് എക്സൈസ് മന്ത്രി ബാബു പണം എന്താ ആ ഗവൺമെന്റ് അതായത് ഉടമകളെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ 5 ലക്ഷം രൂപ എക്സൈസ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ലൈസൻസ് ഫീ കൂട്ടാൻ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ബാർ ഉടമകൾ പണം കൊണ്ടുകൊടുത്തതായി KM മാണി അറിയുന്നു. KM മാണി ഫയൽ പിടിച്ചു വെക്കുന്നു. അങ്ങനെയാണ് ബാറുകൾ പൂട്ടാനുള്ള അന്തിമ തീരുമാനത്തിലേക്ക് VS സുധീരൻ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. ആ അഴിമതി, അതായത് KM മാണി ബാർ ഉടമകളോട് പണം ചോദിച്ചു എന്നുള്ള ആക്ഷേപം ബിജു രമേശൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഏറ്റെടുത്തിരുന്നു. അതിൽ ഉറച്ചേക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് അല്ലക്കര ചോദിച്ചത്.
അത് ഞാൻ ചോദിക്കുക, പണം ചോദിച്ചു എന്നുള്ള പ്രശ്നം മാത്രമല്ലല്ലോ, പണം കൊണ്ടുകൊടുത്തു എന്നും വാങ്ങിയെന്നും കെ ബാബു, രമേശ് ചെന്നിത്തല, വി എസ് സുകുമാർ എന്റെ ചോദ്യം വളരെ മൂന്ന് പേർക്ക് പണം കൈപ്പറ്റി കൊണ്ടു കൊടുത്തുവെന്ന് സാക്ഷിയുണ്ടെന്നും മൊഴിയുണ്ടായില്ലേ? ശരി ശരി, അക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. അതാണ് അതിന്റെ ചുരുക്കം. അനാവശ്യ ചർച്ചയല്ലല്ലോ. ദയവായി തുടരുക. ആ ശ്രീ കേസിന്റെ ഭാഗമായ ജയപത്മകുമാർ, മൊഴിയല്ലേ? കൃത്യമായ ഇങ്ങനെ ഒരു മൊഴിയല്ലേ? അഴിമതി നടന്നതായി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ബാർ ഉടമയുടെ ആക്ഷേപം, ആ ബാർ ഉടമ അക്കാര്യത്തിൽ ക്ലാരിറ്റി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതൊന്ന്. രണ്ട്, ബാർ ഉടമകളുടെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ചൈന സുനിൽ, താങ്കൾക്ക് അറിയാവുന്ന സുനിൽകുമാർ ഖണ്ഡിതമായി പറയുന്നു അങ്ങനെ ഒരു തീരുമാനമില്ല എന്ന്. എവിടെയാണ് BJP നിൽക്കുന്നത് ശ്രീ ജെ ആർ പത്മകുമാർ? അല്ല, തീർച്ചയായിട്ടും ഈ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശക്തമായൊരു അന്വേഷണം വേണം എന്ന് തന്നെയാണുള്ളത്. ഈ സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ ഇത് അന്വേഷണം നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് ഇപ്പോൾ 2014 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ബാർക്കോഴ അഴിമതി ആരോപണത്തിന് സമാനമായിട്ടുള്ള അഴിമതി ആരോപണമാണ് വന്നിട്ടുള്ളത്. അത് അന്നും പറഞ്ഞിട്ടുള്ളത് ഈ ഹോട്ടൽ ഉടമകളുടെ ഒരു നേതാവ് തന്നെയാണ് അന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 2014 ഒക്ടോബറിലാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത്. 5 കോടി വേണം എന്ന് പറഞ്ഞു മന്ത്രി. 1 കോടി ഞാൻ അഡ്വാൻസ് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അത് ശരിയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നവംബർ 6-ാം തീയതി ഇവരുടെ തന്നെ ഹോട്ടൽ ബാർ അസോസിയേഷൻ്റെ മീറ്റിംഗിൽ നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത കാര്യം ഒളിക്യാമറയിൽ പകർത്തി വീണ്ടും അത് മാധ്യമങ്ങളിൽ കൂടി പുറത്ത് വിടുകയും ചെയ്തു. അന്ന് ഹോട്ടൽ ഈ അസോസിയേഷൻ്റെ ആളുകൾ പറഞ്ഞത് അദ്ദേഹം മദ്യലഹരിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് അത് നേരെ തിരിച്ചു പറയുന്നു, അത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്, അതല്ലാതെ ഒരാളെയും പൈസ പിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. രണ്ടും സമാനമായ രീതിയിലാണ്. അന്നും നിഷേധിച്ചു. അന്ന് ഭരണമുന്നണി വിജിലൻസ് അന്വേഷണത്തിന് ചുമതല പ്രഖ്യാപനം നടത്തി. എനിക്ക് തോന്നുന്നു ഇന്നത്തെ DGP ആണ് അന്ന് അതിൻ്റെ ചുമതല വഹിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇത് CBI അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് അന്നത്തെ കാര്യം. ഇന്നും അതേപോലെ അത് നേരെ തിരിച്ച് അതേപോലെ ഭരണമുന്നണി വിജിലൻസ് അന്വേഷണം വേണമെന്ന് അല്ലെങ്കിൽ പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. പൈസ കൊടുത്തു എന്ന് പറയുന്ന ആളിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു. പ്രതിപക്ഷം CBI ഒക്കെ നല്ല ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നു. BJP പറയുന്നു സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം, അഴിമതി നടന്നിട്ടുണ്ട്. ഇത് നയം രൂപീകരിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അത് കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല, സംസ്ഥാനത്തിന്റെ സംഘടനാ പ്രസിഡന്റ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇയാളെ ഇന്നലെ തന്നെ പുറത്താക്കിയതാണെന്നാണ്. ഇന്നലെയാണ് ഇയാൾ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ സർക്കാരിന് കൈക്കൂലി കൊടുക്കുന്ന കാര്യമൊക്കെ ഇത്രയധികം അംഗങ്ങളുള്ള ഒരു ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വോയിസ് ക്ലിപ്പായി ഇടുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാകുന്ന കാര്യമാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ? കേട്ടോ, പ്രത്യേകിച്ച് ഇല്ല, അങ്ങനെയല്ലല്ലോ. കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, എങ്കാലേ നമുക്ക് ഇളവുകൾ കിട്ടുമെന്നല്ലേ അതൊക്കെ പറയുന്നുള്ളൂ. ചിലർ പറയും റേഷൻ കൊടുക്കണമെന്ന് പറയും, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുമല്ലോ. കൊടുക്കേണ്ടവർക്ക് കൊടുത്താലല്ലേ നമ്മൾക്ക് കിട്ടും. അതുകൊണ്ട് 2 ലക്ഷം രൂപ ഓരോരുത്തരും വിടണം. പലരും കൊടുത്തിട്ടില്ല. റേഷൻ കൊടുക്കണം എന്ന് പറയാണോ? അല്ല, ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട അല്ലേ പറ്റൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ യഥാർത്ഥ അഴിമതിയുടെ പേര് പറയാതെ വേറെ പേരുകൾ പറയും, അത്രേ ഉള്ളൂ. അതേ ഇദ്ദേഹം പറഞ്ഞത്. നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇതിൽ കൂടി വന്നത്. അല്ലാതെ മന്ത്രിക്ക് എത്ര കൊടുക്കണം, ഗവൺമെന്റ് എത്ര കൊടുക്കണം, ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. CPIയുടെ മുൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ KK ശിവരാമൻ, താങ്കൾക്ക് ഈ അനിമോനെ അറിയാമോ? പക്ഷെ വളരെ അടുത്ത ബന്ധമൊന്നും എനിക്കില്ല. അറിയാമല്ലേ? നോക്കൂ, അയാൾ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടണമെങ്കിൽ അതിൽ നിന്ന് താങ്കൾ സംശയിക്കുന്നത് എന്താണ്? ഞാൻ സംശയിക്കുന്ന ഒന്ന്, ഇത്തരം പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഗ്രൂപ്പിലെ ശബ്ദരേഖയിലൂടെ പുറത്തുവിടുന്നത് സാധാരണമല്ല. അതൊരു അസാധാരണമായ നടപടിയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങനെ ഇട്ടാൽ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പോകും എന്നറിയാത്തയാളല്ല അനിമോന. അപ്പൊ വളരെ ബോധപൂർവമാണ് ഇങ്ങനെ ഒരു കാര്യം ഈ ബാർ ഉടമകളുടെ ഗ്രൂപ്പില് ശബ്ദരേഖയായിട്ടിട്ടത്. അപ്പൊ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം ഗൗരവമായി അന്വേഷിക്കണം എന്നാണ് ഞാൻ എന്റെ സംശയിക്കുന്ന മറ്റെന്തെങ്കിലും എന്താണ്?
ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഗൂഢാലോചന അതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കണമല്ലോ. ഈ സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്, അതെല്ലാം ചീറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു പുതിയ സമരമുഖം തുറക്കാൻ ഇവരെല്ലാം കൂടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. ബാർ ഉടമ സംഘത്തിന്റെ സംസ്ഥാന നേതൃത്വം അനുമോനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇങ്ങനെ ശബ്ദരേഖ ഇടുക എന്ന് പറയുന്നത് ഇതാരെങ്കിലും പുറത്തു കൊടുക്കട്ടെ, അത് നാട്ടിൽ ചർച്ചയാവട്ടെ എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അതിനൊരു മറ്റൊരു വശമുണ്ടല്ലോ. ഈ ശബ്ദരേഖയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് സർക്കാരിന് നമ്മൾ പണം കൊടുത്താലേ കാര്യങ്ങൾ നടക്കൂ എന്ന്. മാത്രമല്ല പുതിയ പോളിസി ഉടൻ വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. പുതിയ പോളിസി വരുന്നുണ്ട് എങ്കിൽ തന്നെയും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സെക്രട്ടറിമാരുടെ ഒരു സമിതിയുണ്ട്. ആ സമിതി ഇതിനകം തന്നെ ഡ്രൈ ഡേ എടുത്ത് കളയണം എന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. അങ്ങനെ അവർക്കൊരു കണക്കുണ്ട്. ഡ്രൈ ഡേ എടുത്ത് കളഞ്ഞാൽ വിപണനം കൂടും എന്നും ഏതാണ്ട് 5000 കോടി രൂപയുടെ അധിക കച്ചവടം നടക്കുമെന്നോ മറ്റോ ആണ്. ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ സംഖ്യയിൽ മാത്രമേ തെറ്റുള്ളൂ. ഏതായാലും അങ്ങനെ ഒരു ശുപാർശ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇനി ബാറുടമകളോട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കിതാ ഇത്രയധികം ലാഭം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണം എന്ന് LDF നയം വിറ്റോ? നികേഷ്, അങ്ങേക്കറിയാമല്ലോ, ഒരു ഗവൺമെന്റിന്റെ നയം തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കേൾക്കുന്നില്ല? പറഞ്ഞോളൂ സാർ, താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാം. ഒരു മുന്നണിയുടെ നയം ഒരു ഗവൺമെന്റിന്റെ നയം തീരുമാനിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ മുന്നണിയുടെ ഗവൺമെന്റ് നയം തീരുമാനിക്കുന്നത് മുന്നണി ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിട്ടില്ല, CPM ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയത്തെ കുറിച്ചാണ് അനുമോൻ ഇങ്ങനെയെല്ലാം നമുക്ക് ഗുണം കിട്ടും, അതുകൊണ്ട് 2.5 ലക്ഷം വീതം കൊടുക്കണം എന്ന് പറയുന്നത്. അത് എത്രത്തോളം യുക്തിസഹമാണ്? ഇപ്പോ നാട്ടിൽ ആരോപണങ്ങളൊക്കെ ആർക്കും ഉന്നയിക്കാം, പക്ഷേ സാമാന്യ വിവരമുള്ളവർക്കറിയുമല്ലോ, ഒരു നയം മാറ്റം വേണമെങ്കിൽ ആ നയം മാറ്റം ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് നടത്താൻ കഴിയൂ. ശിവരാമൻ, ഞാനൊന്ന് ഇടപെടുന്നുകൊണ്ട് ക്ഷമിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റിയാലിറ്റി കൂടി നമ്മൾ നോക്കണ്ടേ? CPM എന്താണോ തീരുമാനിക്കുന്നത് അതല്ലേ അവിടെ നടക്കൂ. പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പ് CPM ആണ് ഭരിക്കുന്നത് കൊണ്ട്. ഇതിനേക്കാൾ വലിയ അഴിമതിയുടെ കുരിശുദ്ധം നടത്തിയിട്ടുള്ള ആം ആദ്മി പാർട്ടി 100 കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിന് വേണ്ടി വാങ്ങിയെന്നത് സംബന്ധിച്ച് ED അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിൽ ഇരിക്കെ യഥാർത്ഥത്തിൽ നയമാറ്റത്തിൽ കാശ് വാങ്ങണമെങ്കിലും മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. ഒരു നിശ്ചിത തുക കിട്ടണമെങ്കിലും മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മുൻ ഉദാഹരണങ്ങളുണ്ട്. ഇനി നമ്മൾ ഗോവയിലേക്ക് പോകണ്ട, നമ്മൾ ഡൽഹിയിലേക്ക് പോകണ്ട, നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ കോഴ ആക്ഷേപം വന്നിട്ടുള്ളത് 2011-16 ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ലേ? അല്ല, ED പറയുന്നതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. ED എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയ താല്പര്യങ്ങൾ തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. അതും ഈ കേരളത്തിൽ ഇപ്പോൾ നടന്ന അനുമോന്റെ ശബ്ദരേഖയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പൊ കേരളത്തിൽ അഴിമതി ഇല്ലെന്നോ അല്ലെങ്കിൽ ആരും അഴിമതി നടത്തുന്നില്ലെന്നോ അതൊന്നും അല്ല എന്റെ വാദം. ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞ CPM തീരുമാനം, ആ തീരുമാനം മറ്റു കക്ഷികളെല്ലാം അങ്ങോട്ട് പൊത്തി നിന്ന് അംഗീകരിക്കും എന്നാണ് ശ്രീ നികേഷ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങേക്ക് തെറ്റുപറ്റി. അങ്ങനെയല്ല എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യം വെളിയം ഭാർഗവനും പിണറായി വിജയനും ഒരേ സമയം പത്രസമ്മേളനം നടത്തിയവർ ഓർമ്മിക്കുന്നുണ്ടോ? സീറ്റിന്റെ കാര്യത്തില് വെളിയം ഭാർഗവൻ, ആശാൻ എന്ന് വിളിക്കുന്ന വെളിയം ഭാർഗവൻ പൂച്ച പറ്റി കിടക്കുന്ന പോലെയാണെന്ന് അറിയാം സീറ്റിന്റെ കാര്യത്തിൽ മാത്രം. പക്ഷെ ഭരണപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് CPM ഭരിക്കുന്ന വകുപ്പുകളുടെ കാര്യത്തിൽ CPIക്ക് എന്ത് വോയിസാ ഉള്ളത്? അല്ല, വകുപ്പുകളുടെ കാര്യത്തിലെ വകുപ്പ് തല കാര്യങ്ങൾ നടക്കും. പക്ഷെ നയപരമായ കാര്യങ്ങൾ, ആ നയപരമായ കാര്യങ്ങളെല്ലാം LDF തീരുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ശരി, നയപരമായ കാര്യങ്ങൾ LDF ആണ് തീരുമാനം എടുക്കേണ്ടത്. ദയവായി തുടരുക ശ്രീ KK ശിവരാമൻ. അനിൽ അക്കരെ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്?
നയം വിറ്റ് കാശുണ്ടാക്കാറുണ്ടോ എന്നുള്ളതാണ്. നയം വിറ്റ് കാശുണ്ടാക്കാറുണ്ട് UDF-ന്റെ ഭരണകാലത്ത് 2011-16 കാലഘട്ടത്തിൽ. അന്ന് ഈ ടെലിവിഷൻ ചർച്ചകളിൽ ഞങ്ങൾ ആങ്കർമാർ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? PK ഗുരുദാസൻ ബാർ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഒരു കാൽ ചായ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിച്ചിട്ടില്ല എന്ന്. അന്ന് ബാർ ഉടമകളുടെ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ഉണ്ണിയൊക്കെ എല്ലാ ചർച്ചകളിലും പറയുന്ന കാര്യമാണ്. പക്ഷേ ഈ സർക്കാർ അങ്ങനെയല്ല എന്ന് വാദിക്കാൻ വേണ്ടി. അല്ല, ഈ സർക്കാർ പിന്നെ പഴയ കാലഘട്ടത്തെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ശ്രീ നികേഷ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല എന്നുള്ളത് പിന്നെ വളരെ കൃത്യമായി നമുക്ക് എല്ലാ വിഷയത്തിലും അറിയാലോ. ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ LDF-നെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ LDF നേതാക്കന്മാരുമൊക്കെ 1000 നാവുള്ള അനന്തനെ പോലെ സംസാരിക്കുന്ന എന്താണ്? ഞങ്ങളുടെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള പിന്നെ പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ നടത്തുന്നത് എന്നല്ലേ പറയാറുള്ളത്. ഞാൻ KPCC ലളിതയുടെ അവർ അന്തരിച്ചു പോയി, വടക്കാഞ്ചേരിക്കാരനാണ്, ഭരതന്റെ പ്രിയ തമയായ KPC ലളിത ഉള്ള ഒരു പരസ്യം LDF-ന്റെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ LDF വരും, എല്ലാം ശരിയാവും, നാട്ടിൽ മദ്യവർജനം, മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് KPC ലളിതയുടെ പരസ്യം നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ? ആ പ്രകടന പത്രികയ്ക്കകത്ത് നിന്നുകൊണ്ടാണോ LDF-ന്റെ പ്രവർത്തനം ഈ മദ്യമേഖലയിൽ നടക്കുന്നത്? ബ്രൂവറി അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നികേഷ് എല്ലാവർക്കും അറിയാലോ. U-turn അടിച്ചു പോയത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവിടെ നമ്മൾ വളരെ ഇവിടെ കൃത്യമായി അറിയാലോ. ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട വിഷയം LDF സർക്കാരിന്റെ നയമാണോ മദ്യം കൂടുതലായി വിൽക്കുന്നത്? ഇവിടെ പറഞ്ഞല്ലോ, 1-ാം തീയതിത്തെ മദ്യ വിൽപ്പന കൂട്ടാൻ ഇന്ന് അത് ഡ്രൈ ഡേ മാറ്റിയാൽ കഴിയുമെന്ന് സെക്രട്ടറിമാരുടെ യോഗത്തിൽ തീരുമാനിച്ചു എന്നുള്ളത് എത്ര നാളായി നമ്മുടെ സമൂഹത്തിൽ പബ്ലിക് ഡൊമിനിയനിലുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. 1-ാം തീയതി ബാറുകൾ ഇനി ഇവിടെ അനിലക്കര ഒരു കണക്കുണ്ട് കേട്ടോ സർക്കാരിന്റെ. 2011-16 കാലഘട്ടത്തിൽ 1706 ലക്ഷം കേസ് മദ്യമാണ് വിറ്റിട്ടുള്ളത്. 2016-21 കാലഘട്ടത്തിൽ, അതായത് തൊട്ടടുത്ത 5 വർഷ കാലഘട്ടത്തിൽ 1610 കേസ് മാത്രമേ വിറ്റിട്ടുള്ളൂ. അതായത് 9 ലക്ഷം കേസിന്റെ കുറവ്. 2021-24 കാലഘട്ടത്തിലെ കേസിൻ്റെ കണക്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിനേക്കാൾ 9 ലക്ഷം കേസിൻ്റെ കുറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ മദ്യനിരോധനമല്ല ഉദ്ദേശിക്കുന്നത്. പിണറായി വിജയൻ്റെ പ്രകടന പത്രികയാണ് ഞാൻ പറയുന്നത്. മദ്യ നിരോധനമല്ല ഉദ്ദേശിക്കുന്നത്, മദ്യവർജനമാണ്. 9 ലക്ഷത്തിൻ്റെ മദ്യവർജനം നടപ്പാക്കിയെന്നാണ് അവർ പറയുന്നത്. അല്ല, വളരെ രസകരമാണ്. നമുക്ക് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ലെങ്കിലും നികേഷ് കുമാറും എനിക്കും ഈ ചാനൽ ചർച്ചയിലിരിക്കുന്ന മുഴുവൻ ആൾക്കും കേരളത്തിലെ ബാറുകൾക്ക് മദ്യം കൊടുക്കുന്നതാരാണ്? മദ്യം കൊടുക്കുന്നതാരാണ്? രസകരമായ സംഗതിയല്ല. അല്ല, എനിക്ക് മനസ്സിലായിന്നേ. അല്ല, എനിക്കത് മനസ്സിലായി. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നമുക്കറിയാലോ, ഈ മദ്യം കൊടുക്കുന്നതാരാണ്? ബിവറേജ് കോർപ്പറേഷനല്ലേ മദ്യം കൊടുക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും സ്വകാര്യ കമ്പനിയുടെ ഡിസ്റ്റിലറി പോയി കേരളത്തിലെ ബാർ മുതലാളിമാർക്ക് മദ്യം വാങ്ങാൻ കഴിയുമോ? വാങ്ങാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവ് കൃത്യമായി മറ്റൊരാളോടും കൂടി പറഞ്ഞു, ഞങ്ങൾ ഈ വിഷയത്തിൽ ആദ്യമായല്ല പ്രതികരിക്കുന്നത്. സ്വർണത്തിന്റെ GST-യുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇവിടെ ബാറിൽ നിങ്ങൾ എല്ലാവരും ധരിക്കുന്നത് ബിവറേജ് കോർപ്പറേഷന് കൊടുക്കുന്ന മദ്യം മാത്രമാണോ വിതരണം ചെയ്യുന്നതെന്നാണ്. എത്രയോ സെക്കൻഡ്സ് മറ്റ് രീതിയിൽ വരുന്ന മദ്യം നമ്മുടെ ബാറുകളിൽ വിൽക്കുന്നുണ്ട്. അതിന്റെ കണക്കെടുക്കാൻ എക്സൈസ് വകുപ്പിന് കഴിയുമോ? അല്ലെങ്കിൽ അതിന്റെ പിന്നെ വിറ്റുവരവുമായി ബന്ധപ്പെട്ട് GST ഏതെങ്കിലും ഒരു ബാറിൽ പോയി അതിന്റെ കണക്ക് പരിശോധിച്ചിട്ടുണ്ടോ? വളരെ കൃത്യമായുള്ള ആരോപണമാണ്. ആ കണക്കിനകത്ത് 669 ബാറുകളായി മദ്യത്തിന്റെ ഉപഭോഗം കൂടി എന്നുള്ളത്. 2, ഈ സെക്കൻഡ്സ് മദ്യം എന്ന് പറയുന്ന മദ്യം ഉണ്ടല്ലോ, അത് ഈ ക്രമക്കേടിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ക്രമക്കേടിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത്. പിന്നെ 3, ടേൺ ഓവർ ടാക്സ്. ഇതില് ഞാൻ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞ 3 കാര്യമുണ്ട് നികേഷേ. അതിലൊന്ന്, അനിലക്കര തെറ്റായ കണക്കാണ് പറയുന്നത്, അടിസ്ഥാനപരമായി തെറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ നികേഷ് പറഞ്ഞ കണക്ക് പ്രധാനപ്പെട്ടതാണ്. പൊതുവർത്താനത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലെല്ലാം ഡാറ്റ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും കൃത്യമായി വിറ്റഴിക്കപ്പെടുന്ന മദ്യത്തിന് കണക്കുണ്ട്. ആ കണക്കാണ് ശ്രീ നികേഷ് 1-2 കാര്യം ഇവിടെ പറഞ്ഞത്.
11-16 1706 ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ബാറുകളുടെ എണ്ണം സെക്കൻഡ് കൂട്ടിക്കൊണ്ട് ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടാണോ നിങ്ങൾ മദ്യലഭ്യത കുറയ്ക്കുന്നത്? നികേഷ്, ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. ഒരു കാര്യം, ഒറ്റ പോയിന്റ്. വിൽപ്പനയുടെ കണക്ക് നോക്കൂ. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നികേഷ്, നിങ്ങളെ ഒറ്റ point നിങ്ങളെ ഞാൻ പറയട്ടെ. നാട്ടുകാരിലേക്ക് ഞാൻ മദ്യം പറഞ്ഞ് എത്തിക്കാൻ വേണ്ടി ഔട്ട്ലെറ്റുകൾ ഞാൻ കൂട്ടിയില്ലേ? നിങ്ങൾ നാട്ടുകാരിലേക്ക് മദ്യം എത്തിക്കാൻ വേണ്ടി ബാറുകളുടെ എണ്ണം കൂട്ടിയില്ലേ? മദ്യ പിന്നെ നിരോധനമല്ല. കേസുകളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം? അത് സ്വാഭാവികമായും ജനങ്ങൾക്ക് മദ്യത്തോടുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ കുടിക്കുക ഇവിടെ കുടിക്കുക പറയുന്ന എന്ന് പറയാം. പറഞ്ഞ ഔട്ട്ലെറ്റ് തുടങ്ങുന്നു, ബാർ ഏത് തുടങ്ങുന്നു. ബാറാണ് കേരളത്തിൽ പൂട്ടിയത്? അത് തന്നെയാണ് നയം. അത് തന്നെയാണ് ഞങ്ങളുടെ നയം. മദ്യ നിരോധനമല്ല, മദ്യവർജനം തന്നെയാണ് ഞങ്ങളുടെ നയം. കച്ചവടം കുറഞ്ഞിട്ട് ഏത് ആ ബാറാ പൂട്ടിയത്? നയത്തിന് ഗുണമുണ്ടെന്നുള്ളതാണ് മദ്യ വിൽപ്പനയിൽ കുറവ് കാണിക്കുന്നത്. മദ്യ വിൽപ്പനയിൽ കുറവ് കാണിക്കുന്നതിന്റെ അർത്ഥം ഞങ്ങളുടെ നയത്തിൽ ഗുണമുണ്ടെന്നാണ്. അതായത് ഇത് ശരിയായിട്ടുള്ള കാര്യം. ഇനി വരുമാനത്തിൽ നിന്ന് നോക്കൂ. മദ്യത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന വരുമാനത്തിന്റെ കണക്ക് നിങ്ങൾ നോക്കൂ. UDFന്റെ കാലത്ത് 18.21% ആകെ സ്റ്റേറ്റിന്റെ വരുമാനത്തിൽ മദ്യത്തിന്റെ വരുമാനം. ഈ 22-23 നിങ്ങൾ നോക്കൂ കണക്ക്. മദ്യത്തിൽ നിന്നുള്ള വരുമാനം 13.4% കുറഞ്ഞു. ഈ 10 വർഷത്തെ ഡിഫറൻസ് നോക്കിയാൽ മദ്യത്തിൽ നിന്ന് സ്റ്റേറ്റിന്റെ വരുമാനത്തിന് കണക്കെടുക്കുമ്പോൾ അതിന്റെ പെർസെന്റേജ് 18.2 നിന്ന് 13.4 കുറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ കണക്ക് നോക്കിയാലേ മനസ്സിലാവും ഇല്ലേ? പൊതുവർത്താനത്തിൽ എന്താ നമ്മൾ മനസ്സിലാകുന്നത്? എന്താണ് പൊതുബോധ്യത്തിൽ എന്താ മനസ്സിലാവുന്നത്? മദ്യത്തിന്റെ വരുമാനം, അതിൽ നിന്ന് വരുമാനം സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു കൂടുതലായി എന്നാണ്. മദ്യവില കൂടിയതിന്റെ ഭാഗമായി വരുമാനം കൂടി അതിന്റെ ഭാഗമായി. പക്ഷേ സ്റ്റേറ്റിന്റെ ടോട്ടൽ വരുമാനത്തിന്റെ പെർസെന്റേജിൽ കാര്യമായി ഇടിവുണ്ടായിരിക്കുന്നു. കൂടുതലായിട്ടില്ല, കുറയുന്നു എന്നുള്ളതാണ് പെർസെന്റേജിൽ നമ്മുടെ വരുമാനം നോക്കിയാൽ കാണുന്ന കാര്യം. ഇവിടത്തെ അടിസ്ഥാന പ്രശ്നം ബാറുകാരെ സഹായിക്കാൻ LDF അനുകൂലമായ നിലപാട് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലേ? അതല്ലേ അടിസ്ഥാന പ്രശ്നം. UDFന്റെ കാലത്തെ ആ അടിസ്ഥാന പ്രശ്നത്തിൽ എന്ത് മറുപടിയാണ് ഷെയ്ഖ് സലാം അങ്ങേക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെ എന്നാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇയാൾ പറയുന്നത് നോക്കൂ, അയാൾ ആ വോയിസ് ക്ലിപ്പ് ഇട്ടു. ആ വോയിസ് ക്ലിപ്പിന്റെ മുകളില് ആ മനുഷ്യൻ തന്നെ പറയുകയാണ്, ഞാനിത് ഇട്ടത് തെറ്റിപ്പോയി എന്ന് പറയുകയോ അല്ലെങ്കിൽ ഞാനത് ആ കാര്യത്തിന് വേണ്ടിയിട്ടല്ല കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തിരുത്തി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും അനിമോൻ അവിടെ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ആ വോയിസ് ക്ലിപ്പ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അക്കാര്യത്തിൽ എന്ത് സ്ഥിരീകരണമാണ്? അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്ത് വസ്തുതയാണ് താങ്കൾക്ക് ഈ ചർച്ചയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ പറയാം. ഈ ബാറുകാരെ സഹായിക്കാൻ 3 കാര്യത്തിലാണ്. അതൊക്കെ താങ്കൾ പറഞ്ഞു, അതൊക്കെ പൊതുബോധങ്ങളാണ്. ശിക്ഷ നോക്കൂ, അടുത്ത ആ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി. പക്ഷെ നാളെ 5000 കോടി രൂപയുടെ വരുമാന വർധനവുണ്ടാകുന്ന ഈ പറയുന്ന ഡ്രൈ ഡേ നീക്കിയാൽ സമയം 11 മണി എന്നുള്ളത് 12 മണി വരെ ആക്കിയാല് നിങ്ങൾക്ക് എന്ത് കിട്ടും? ശ്രീ നികേഷ്, ഞാനൊന്ന് മറുപടി പറയാൻ കൂടി സമ്മതിക്കൂ. ചോദ്യങ്ങൾ ചോദിച്ചോളൂ, മറുപടി പറയാൻ കൂടി സമ്മതിക്കൂ. ഈ പറയപ്പെട്ട അനിമോൻ അനിപ്പോട്ടെ അസോസിയേഷൻ മൊത്തത്തിലോ അവർക്ക് ഈ പറയപ്പെട്ട 2-3 കാര്യത്തിൽ UDFന്റെ കാലത്തൊക്കെ പ്രയാസമുണ്ടാക്കിയ ഗവൺമെന്റ് LDFന് ഗവൺമെന്റ് എന്നാ പിന്നെ അവരും മാധ്യമങ്ങൾ കൂടി ചേർന്ന് ഈ സർക്കാരിനൊന്ന് ആപ്പടിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതെന്ന് ചിന്തിച്ചാലോ? യുക്തിപരമായി ചിന്തിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ആ പഠിക്കാൻ ശ്രമിച്ചവരെ നിങ്ങൾ വെറുതെ വിടരുത്. ഒരു പോലീസ് കേസിൽ അത് ഒതുങ്ങില്ല. ഇന്നിപ്പോ രാവിലെ ഞാൻ VM സുധീറിനോട് സംസാരിച്ചിരുന്നു. VM സുധീരൻ പറഞ്ഞത് ഇത് പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ പോരാ, ഇത് CBI അന്വേഷിക്കണം എന്നാണ്. നേരത്തെ ഇവിടെ ശ്രീ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ വിജിലൻസിനെ ഏൽപ്പിച്ചു, ഇന്നത്തെ കാലഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ നിങ്ങൾ പോലീസിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു സംശയം വരില്ലേ? അതുകൊണ്ടാണ് എക്സൈസ് വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് വേണ്ടി പെറ്റീഷനായി ഫയൽ ചെയ്ത് അതുകൊണ്ടല്ലേ അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചൂടാ? ശരി, ശ്രീ JR പത്മകുമാർ, അങ്ങനെ ഒരു സംശയമാണ് ഇവിടെ CPM ഉള്ളത് എങ്കിൽ നോക്കൂ. പക്ഷേ ബാറിന്റെ കാര്യത്തിനകത്ത് ബാർ ഉടമകളുമായിട്ടുള്ള ഇടപാടിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ മോഹൻലാൽ ജഗതിയോട് ചോദിക്കുന്നുണ്ട്, എനിക്കെത്ര നിനക്കെത്ര, ഇത്രയേ ഉള്ളൂ കാര്യം. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഈ LDFന്റെ പ്രതിനിധി പറയുന്നത് പോലെ ബാർ ഉടമകൾക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളൊരു പോളിസി ചർച്ച ചെയ്തിട്ടില്ല. ശിവരാമനും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ പൊതുവിൽ നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രൈഡേ മാറ്റി കൊടുക്കുവോ?
അത് എന്താണ് നിലപാട്, അത് മാറ്റി കൊടുക്കും. ഇപ്പൊ അത് മാറ്റി കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രൈ ഡേ മാറ്റി കൊടുക്കുവോ, ഈ പറഞ്ഞതുപോലെ സമയം നീട്ടി കൊടുക്കുവോ, അതേപോലെ തന്നെ ബാറുകളുടെ കൗണ്ടറുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കുവോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പ് ഇതൊക്കെ ചെയ്തു തരാം, നമുക്ക് ഇളവുകൾ തരണമെങ്കിൽ കൊടുക്കേണ്ടവർ കൊടുക്കണമെന്നാണ് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു കാരണവശാലും കള്ളമാകാൻ സാധ്യതയില്ല. കാരണം ഇദ്ദേഹം ഒരു ഇടുക്കി ജില്ലയിലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ബാറ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, സിനിമാ നിർമ്മാണ മേഖലയിലുണ്ട്, ഒരുപാട് ബിസിനസ്സുകളാണ്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് എതിരായ ഒരു ഗൂഢാലോചനയ്ക്ക് പേര് വെച്ചുകൊണ്ട് അത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം എങ്ങനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? നമുക്കറിയാലോ, ഇത് LDF ഗവൺമെന്റ് അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഗവൺമെന്റിന്റെ ഇതിനെതിരായി പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിൽ നമുക്കറിയാലോ വ്യവസായം തന്നെ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഇപ്പോൾ ഉടനെ നാളെ ഗവൺമെന്റിന്റെ ഭരണം അവസാനിക്കാൻ പോകുന്നില്ല, 26 വരെ ഉണ്ട്. ഇനിയും കേരളത്തിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് ബിസിനസ് നടത്തുകയും വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ ബോധപൂർവമായി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് ആർക്കും കരുതാൻ കഴിയില്ല. നാളെ വേണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മദ്യപിച്ച് ലെക്ക് കെട്ടാണ് മറ്റേ ആൾ അങ്ങനെ നേരത്തെ 2014 അഴിമതിയിൽ ബാർക്കോഴയിൽ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് തെറ്റായി വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ വീട് നിർമ്മാണത്തിനോ കെട്ടിട നിർമ്മാണത്തിനോ പറഞ്ഞതാണ്, അത് തെറ്റായി ഉപയോഗിച്ചാണെന്ന് ഇദ്ദേഹത്തിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് വരും. കാരണം അങ്ങനെ അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഭരണകൂടത്തിനെതിരായിട്ട്. അങ്ങനെയാണ് കേരളത്തിലെ ഒരു പൊതുരീതി എന്നാണ് താങ്കൾ പറയുന്നത്. ശരി, ദയവായി തുടങ്ങുക, ഇടവേള. അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആദ്യത്തെ അവസരം താങ്കൾ തരാം. CJR പത്മകുമാർ പറഞ്ഞോളൂ താങ്കളുടെ രണ്ടാമത്തെ കാര്യം. അല്ല, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഗവൺമെന്റ് ഈ അവരുടെ നയങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് പറയുന്നില്ല ഞങ്ങൾ ഇന്നത് കാര്യം നടപ്പിലാക്കും. നേരത്തെ അനിലക്കര പറഞ്ഞതുപോലെ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ പ്രചരിപ്പിക്കുകയും പക്ഷെ നടപ്പിലാക്കിയത് എന്താ സ്ഥിതി? ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഈ കേസിന്റെ കണക്ക് പറഞ്ഞത്, ഈ പറഞ്ഞ ഒരു ഈ മദ്യത്തിന്റെ കേസുകളുടെ കണക്ക് പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രസ്താവന തന്നെ ഞാൻ വായിച്ചായി നോക്കുന്നു. ലിക്കർ സെയിൽസ് ഇൻക്രീസ് 2.4% എന്നാണ്. ഏകദേശം ഒരു അഡീഷണൽ ഇൻകം 350 കോടി രൂപ ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല സെയിൽ ഇൻക്രീസ് സെയിൽ ഇൻക്രീസ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, MP രാജേഷിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് 2011-16 1706 ലക്ഷം കേസ് മദ്യം വിറ്റു. 2016-21 കാലഘട്ടത്തിൽ ലാസ്റ്റ് ഇയർ എന്നാണ് ഞാൻ കണ്ടത്. ലാസ്റ്റ് ഇയർ ഈ ഗവൺമെന്റ് കാലത്തുള്ള കണക്ക് എന്റെ കയ്യിലില്ല, പ്രതിപക്ഷ രാജേഷ് നൽകിയില്ല. അത് അതൊന്ന് വിശദീകരിക്കട്ടെ. രണ്ട് സർക്കാരുകൾ എന്ന് പറയുന്നത് എന്താണ്? UDF സർക്കാരും LDF സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് 1706 ലക്ഷം കേസ്. പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ, അത് 2016 മുതൽ 2021 വരെ, അവിടെയാണ് 1610, 96 ലക്ഷം കേസിന്റെ കുറവ്. അല്ല, ഇത് സർക്കാർ വിശദീകരണമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ലഭ്യത, ഈ ഇതിന്റെ സപ്ലൈ കുറഞ്ഞ ആളുകള് സപ്ലൈ കുറവായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് പോയതാണോ? അല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 1.5 വർഷം കേരളത്തിലെ ബാറുകൾ അടഞ്ഞു കിടന്നു, ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടഞ്ഞു കിടന്നു. ആ 1.5 വർഷത്തെ കണക്കിൽ ഒരു ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, കൊറോണ കാലത്ത് ഏത് കാലത്താണ് ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞ കാര്യം അല്ല നികേഷ്, IT പാർക്കുകളിൽ ഇപ്പോ പബ്ബ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് വേറൊരു പേരിലാണെന്നേ ഉള്ളൂ. ഞങ്ങളുടെ നയം ഇതാണ്, IT പാർക്കുകളിൽ പബ്ബ് തുടങ്ങാൻ പോവുകയാണെന്ന് അങ്ങനെ പറയാതെ ഞങ്ങൾ വളഞ്ഞ വഴിയിൽ കൂടി അവിടെ ഇങ്ങനെ അവിടെ ഉള്ള പാർക്കിന് ഞങ്ങൾ ഇതിന്റെ ചുമതല കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും എന്ന് പറയുന്നത് എന്തിനാ? അതിന്റെ ഉദ്ദേശം എന്താ? IT പാർക്കുകളില് ഈ പറയുന്ന പബ്ബുകൾ കൊടുക്കേണ്ടതില്ല എന്നാണോ BJPയുടെ സമീപനം? അങ്ങനെയല്ല, അത് അല്ലല്ല, അവര് ഗവൺമെന്റ് നയം പറയട്ടെ. അപ്പൊ പറയേണ്ടത് BJPയുടെ നയം, BJPയുടെ നേതൃത്വം പറയും. ഗവൺമെന്റ് നയം രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് സബ്ജക്ട് കമ്മിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ സബ്ജക്ട് കമ്മിറ്റിയുടെ തീരുമാനം അല്ലല്ലോ, പബ്ബ് തുടങ്ങാൻ പോകുന്നു അല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല, പബ്ബ് തുടങ്ങാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. അവിടെ മദ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കും. അത് അവിടുത്തെ നടത്തിപ്പുകാർക്ക് വേണോ പുറമേ ഉള്ള ആളുകൾക്ക് വേണോ, അങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അല്ല, IT പാർക്കുകളില് ബിയർ പബ്ബുകൾ രൂപീകരിക്കും, ബിയർ പബ്ബുകളില് മദ്യം ലഭ്യമാക്കും. അപ്പോൾ ബിയർ പബ്ബിൽ നമ്മൾ ഡ്രോട്ട് ബിയർ ആണോ അതോ കുപ്പി ബിയർ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കാം.
അല്ല ശരി, അത് ജയർബത്ത് അതല്ല, അത് നയം ഗവൺമെന്റ് പറയണ്ടേ? പറഞ്ഞതേ ഞങ്ങൾ അത് ലഭ്യത നയം കുറയ്ക്കും, കഴിഞ്ഞ മദ്യത്തിന്റെ ഗവൺമെന്റ് വ്യാപനം കുറയ്ക്കുമെന്ന് എം പി പറയും. ഗോവിന്ദൻ ഈ രീതിയിൽ എക്സൈസ് ഇല്ലാത്ത മന്ത്രിയായിരിക്കുന്ന മേഖലകളിൽ കാലഘട്ടത്തിലെ എക്സൈസ് നയമാണ്. ചെയ്യുമ്പോൾ അതാണിപ്പോ നിയമസഭയിലെ സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പാകെ ഇരിക്കുന്നത്. അക്കാര്യത്തിൽ ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത്? ശ്രീ ജയർബത്ത് മോഹൻ. അല്ല, നയമല്ലല്ലോ, നടപ്പിലാക്കിയില്ലല്ലോ. അന്ന് എതിർപ്പ് വന്നു, അന്ന് എതിർപ്പ് വന്നു, അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. ഇപ്പൊ അവർ നടപ്പിലാക്കോ ഇല്ലെന്ന് പറയട്ടെ, നടപ്പിലാക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. എക്സലാം നിയമസഭാംഗാണ്. സലാം പറഞ്ഞു കൊടുക്കൂ, അത് നടപ്പാക്കോ ഇല്ലയോ എന്ന് പറയണം പോലും. അത് ഒരു നയവും ഒളിച്ചു കിടത്താനുള്ള നിലപാട് LDF സർക്കാരിനില്ല. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സർക്കാർ രൂപീകരിക്കാത്ത നയത്തെക്കുറിച്ചാണ്. IT-യുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായി ഉള്ളതാണ്. അതിപ്പോ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അതാണ് അതിന്റെ ഭാഗം. അപ്പൊ സബ്ജക്ട് കമ്മിറ്റിയുടെ എന്ന് വെച്ചാൽ സർക്കാരിന്റെ നയം ഇനിയിപ്പോ അതിനകത്ത് തിരുത്തലുകൾ വേണമോ, അതിനകത്ത് അറ്റകുറ്റപ്പണികൾ നടത്തണോ എന്നുള്ളത് മാത്രമായിരിക്കും സബ്ജക്ട് കമ്മിറ്റിയുടെ ദൗത്യം. ശേഷലാം, ഞാൻ താങ്കളിലേക്ക് വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. നോക്കൂ, ഒരു മാസമായിട്ട് വരുന്ന വാർത്തയുണ്ട്. എന്താണ്? ഈ സെക്രട്ടറി തല സമിതി ശുപാർശ നൽകിയിരിക്കുന്നു ഈ ഡ്രൈ ഡേ നീക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ 5000 കോടി രൂപ സർക്കാരിന് വരുമാനം ഉണ്ടാകും എന്നുള്ള എസ്റ്റിമേറ്റും ഈ പറയുന്ന സെക്രട്ടറി തല സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന വാർത്ത. ഇങ്ങനെ ഒരു സെക്രട്ടറി തല ചർച്ച ഉണ്ടായിട്ടുണ്ടോ? അക്കാര്യത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? അതിന് എക്സൈസ് മന്ത്രി തന്നെ കൃത്യമായ കാര്യം പറഞ്ഞു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും കൃത്യമായ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ചർച്ചയിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി അദ്ദേഹവും ആ കാര്യം പറഞ്ഞു. പുതിയ മദ്യനയം സംബന്ധിച്ച ഒരു പ്രാഥമിക ചർച്ച പോലും LDF-ഓ CPM-ഓ സർക്കാരോ നടത്തിയിട്ടേയില്ല. അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യമാണ്. നമുക്കൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഷെയ്ഖ് സലാം, എലക്ഷൻ ഇപ്പോൾ ഈ വരുന്ന വർഷമാണല്ലോ പുതിയ മദ്യനയം ഉണ്ടാക്കേണ്ടത്. ഇലക്ഷന് മുമ്പ് അങ്ങനെ ഒരു ചർച്ച നടത്തി അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ലീക്കാവും എന്ന് ഭയന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്തായാലും ഇതുവരെ ചർച്ച തുടങ്ങാതിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ നയം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ഒരു സെക്രട്ടറി തല ചർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ്. അതിന് നിങ്ങൾക്ക് അന്യവൽക്കരിക്കാൻ കഴിയില്ല ഷെയ്ഖ് സലാം. അത് പറയുന്നത് 5000 കോടി രൂപ നമുക്ക് അധിക വരുമാനം ലഭിക്കും എങ്ങനെയാണെങ്കിൽ ഈ ഡ്രൈ ഡേ നീക്കിയാൽ എന്നാണ്. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സർക്കാരിന് കിട്ടണമല്ലോ. കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? അത് മാത്രമാണ് എൻ്റെ ചോദ്യം. അല്ല, അപ്പൊ ബന്ധപ്പെട്ടൊരു പ്രാഥമിക കാര്യത്തിലേക്ക് കടക്കാതെ ഗവൺമെന്റ് എങ്ങനെ പറയാ? നിങ്ങളുടെ അല്ലേ മന്ത്രി അങ്ങനെ ചർച്ച നടത്താൻ CPM-ന്റെ അല്ലേ മന്ത്രി? CPM-ന്റെ മന്ത്രിയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയൊന്നും ഇല്ലാന്ന് മന്ത്രി പറഞ്ഞല്ലോ. പിന്നെ എന്ത് ചോദ്യം? അപ്പൊ ഈ സെക്രട്ടറി തല ചർച്ച നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് പത്രത്തിൽ വാർത്ത വരികയാണ്. ഇപ്പോ ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോഴാണ് മന്ത്രി നിഷേധിക്കുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു തലത്തിലെയും ചർച്ച നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. LDF തീരുമാനിച്ചിട്ടില്ല, ഇതുവരേക്കും തീരുമാനിച്ചിട്ടില്ല. അത് അസന്നിഗ്ധമായി മന്ത്രി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. LDF-ലെ ഘടക പാർട്ടി നേതാക്കളും ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു ആ കാര്യം. അക്കാര്യത്തിൽ ശ്രീ അനിലക്കരെ പറഞ്ഞോളൂ താങ്കളുടെ നിലപാട്. അതായത് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് പത്രത്തിൽ ഞാൻ കണ്ടതാണ്, അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്നുള്ളത് പത്രത്തിൽ ഞാൻ കണ്ടതാണ്. പക്ഷേ സർക്കാർ അത് ക്ലെയിം ചെയ്യുന്നില്ല. അല്ല, ഇത് എസ്സലാമിന് പിന്നെ ബഹുമാനെ എസ്സലാമിനെ കുറിച്ചുള്ള നിർദ്ദേശം ഇന്നത്തെ ഈ ചർച്ചയിൽ ഒന്നും അംഗീകരിക്കരുത്, എല്ലാം ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതിന് മുൻപായി 2 സംസ്ഥാന CPM സെക്രട്ടറിയുടെയും മന്ത്രിയുടെയും കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അല്ല, അങ്ങനെ പറഞ്ഞാൽ മതി. താങ്കളുടെ ഉത്തരവാദിത്തമാണ്, താങ്കൾ അത് പറഞ്ഞോളൂ. അതിൽ എനിക്ക് വിരോധമില്ല, കാര്യമില്ല. ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ മദ്യത്തിന്റെ ലഭ്യത ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കുറഞ്ഞു. 2 കണക്കുകളും പറഞ്ഞു. പിന്നെ 2011 മുതൽ 2016 വരെയുള്ള UDF-ന്റെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാലോ എങ്ങനെയാണ് മദ്യം വിറ്റതെന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിന്റെ കണക്കും താങ്കളുടെ കയ്യിലുണ്ട്. 2016 മുതൽ 2021 വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ നമുക്ക് നികേഷ് ഓർമ്മയില്ലേ, 1.5 വർഷക്കാലമാണ് കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യശാലകൾ പൂർണ്ണമായി അടഞ്ഞു കിടന്നത്. ബിവറേജ് ഔട്ട്ലെറ്റുകൾ, ബാറുകൾ എല്ലാം കടന്നു. അതിനുശേഷം
പിന്നീടാണ് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആപ്പ് ഉണ്ടാക്കി ആ ആപ്പ് വഴി മദ്യം വിൽക്കാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട ശരി, ശ്രീ അനിലക്കരെ എത്രയോ ദയവായി നമ്മുടെ മുന്നിൽ തുടരുക. വന്നതാണ്. ഞാൻ താങ്കളിലേക്ക് ആ ഒരു മടങ്ങിയെത്താം. 1.5 വർഷക്കാലം ദയവായി മദ്യം ക്ഷമിക്കുക എന്നോട്, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയാണ്. ഇപ്പോൾ എക്സൈസ് മന്ത്രി എം പി രാജേഷ് കൂടി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നു. ശ്രീ എം പി രാജേഷ്, ഈ ആരോപണത്തെക്കുറിച്ചുള്ള താങ്കളുടെ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായ പ്രകടനം രാവിലെ ടെലിവിഷനിലൂടെ കേട്ടതാണ്. പക്ഷേ നോക്കൂ, സർക്കാരിന് ഇങ്ങനെയാണ് ആ വാചകങ്ങൾ. പുതിയ പോളിസി ഉടൻ വരുന്നതാണ്. 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിലും പറഞ്ഞതാണ്. ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി കാണിക്കുന്നത് നേരത്തെ കാണുകയുണ്ടായി. അന്വേഷണത്തിന്റെ കാര്യത്തിൽ മന്ത്രി മറുപടി പറഞ്ഞില്ല എന്ന്. DGPക്ക് പരാതി കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയും അത് എഴുതി കാണിക്കുന്നത് വളരെ ദുരൂഹമാണ്. അല്ല, മറുപടി പറഞ്ഞില്ല എന്ന് ആരോ വാദിച്ചതാണോ അതോ ഞങ്ങളുടെ അഭിപ്രായം എഴുതിയതാണോ? നിങ്ങളുടേതായിട്ട് എഴുതി കാണിക്കുന്നതാ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്, വസ്തുതാപരമായ തെറ്റാണ്. അത് തിരുത്താം. അത് ആദ്യം തിരുത്തു. ശരി, ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, മദ്യനയത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ടേ ഇല്ല. ഡ്രൈ ഡേ എടുത്തു കളയുന്നത് പോയിട്ട് മദ്യനയത്തെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ളൊരു ചർച്ച പോലും ഇതുവരെ നടത്തിയിട്ടില്ല, ഒരു തരത്തിലും നടത്തിയിട്ടില്ല. അങ്ങനെ ചർച്ച നടക്കാതിരിക്കെ ഗവൺമെന്റ് ആലോചിക്കുകയും ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് വാർത്തകൾ വരികയാണ്. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പല മാധ്യമ പ്രവർത്തകരും എന്നോട് ഇങ്ങനെ ഓരോ വാർത്ത വരുമ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഇങ്ങനെ ഇന്ന പത്രം വാർത്ത കൊടുത്തു, അതിൽ വല്ല വസ്തുതയുമുണ്ടോ? അവരോടെല്ലാം ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല, ചർച്ച ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഈ വാർത്ത വിശ്വസിച്ചുകൊണ്ട് ഇതൊരവസരമായിട്ട് ഉപയോഗിക്കാം എന്ന് കരുതി ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അതിനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പത്രങ്ങളിൽ വരുന്ന വാർത്ത വിശ്വസിച്ച് അങ്ങനെയാണ് നയം വരാൻ പോകുന്നത് എന്ന് കരുതി എന്നാൽ പിന്നെ അതിന്റെ പേരിൽ ഒരു പിരിവ് നടത്തിക്കളയാം എന്ന് തീരുമാനിച്ചിറങ്ങിയവരെ പിടികൂടും. ആ വാർത്തകൾ വിശ്വസിച്ച് കാശ് വാങ്ങാൻ നടക്കുന്നവരും കാശ് കൊടുക്കുന്നവരും ഒക്കെ കൊടുക്കും. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ കേസ് നടത്തിപ്പിന്റെ പേരിൽ വരെ പൈസ പിരിച്ചവരാണ് ഇക്കൂട്ടരെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് അതൊന്നും ഈ ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഗവൺമെന്റ് അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ആരാണ് ലൈസൻസ് കൊടുക്കുന്നത് ഓൺലൈനാക്കി മാറ്റിയത്? ഏത് ഗവൺമെന്റാ? UDFന്റെ കാലത്ത് എങ്ങനെയാ കൊടുത്തിരുന്നത്? ഇപ്പോ ഒരു തരത്തിലുള്ള വിവേചനാധികാരവും മന്ത്രിക്കോ മറ്റാർക്കോ ഇല്ലല്ലോ. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്നു, ചട്ടപ്രകാരമാണെങ്കിൽ അവർക്ക് കിട്ടും, ചട്ടപ്രകാരം അല്ലെങ്കിൽ കിട്ടില്ല. അത്രയും സുതാര്യമായിട്ട് എവിടെയാണ് നടക്കുന്നത്? അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവ് പറയട്ടെ. മിണ്ടുന്നില്ലല്ലോ അതിനെക്കുറിച്ചൊന്നും. എന്റെ UDF അത് ഓൺലൈൻ ആക്കാതിരുന്നത് അപ്പോഴേ പണം വാങ്ങാൻ പറ്റുമെന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ബാർ ഉടമകളുടെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇളവാവശ്യം എന്താണ്? അവരുടെ ആവശ്യം ലൈസൻസ് ഫീസ് കുറച്ചു തരണം എന്നതാണ്, അല്ലെങ്കിൽ ലൈസൻസ് ഫീസ് കൂട്ടരുത് എന്നതാണ്. 5 കൊല്ലം കൊണ്ട് UDF എത്ര കൂട്ടിയെന്നറിയാമോ? 1 ലക്ഷം രൂപയാണ് കൂട്ടിയത്. 1 ലക്ഷം. ഞങ്ങൾ ഈ കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കൂട്ടിയത് 12 ലക്ഷമാണ്. അതിൽ 5 ലക്ഷം കൂട്ടിയത് കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിലാണ് 5 ലക്ഷം കൂട്ടിയത്. മദ്യനയം സംബന്ധിച്ച വാർത്തയുടെ കാര്യം നേരത്തെ ഇവിടെ നികേഷ് പറഞ്ഞു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷത്തെ മദ്യനയം പ്രഖ്യാപിക്കാൻ ഞാൻ പത്രസമ്മേളനം നടത്തുന്നത് രാവിലെ 11 മണിക്കാണ്. അന്നിറങ്ങിയ പത്രങ്ങളിലെല്ലാം ഡ്രൈ ഡേ പിൻവലിക്കും, ഇന്ന് മദ്യനയം എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിരുന്നു. നികേഷിന് ഓർമ്മയുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് വാർത്തകളുടെ കാര്യം. ആ വാർത്ത വിശ്വസിച്ചിട്ട് കാശ് വാങ്ങാനും കൊടുക്കാനും നടക്കുന്ന ആൾക്കാർ കുടുങ്ങുമെന്നല്ലാതെ വേറൊന്നും അതിന് പറയാനില്ല. 11 മണിക്ക് പത്രസമ്മേളനം നടത്തുമ്പോൾ രാവിലെ ഇറങ്ങിയ പത്രങ്ങളിലെല്ലാം ഉള്ള വാർത്ത ഡ്രൈ ഡേ പിൻവലിക്കുന്നു എന്നതായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഓൺലൈനാക്കി ലൈസൻസ് ഫീസ് കഴിഞ്ഞ വർഷം 5 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു. UDF ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് പിന്നെ അത് കുറച്ചു കൊടുത്തിട്ടാണല്ലോ കോഴ വാങ്ങിയെന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ 12 ലക്ഷം കൊടുത്ത്. വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ആംനസ്റ്റി സ്കീം നടപ്പാക്കി. GST നികുതിയുടെ കാര്യത്തിൽ ആംനസ്റ്റി സ്കീം നടപ്പാക്കി. ആ ആംനസ്റ്റി സ്കീമിൽ നിന്ന് ഒഴിവാക്കിയ ഏക വിഭാഗം ബാർ ഉടമകളാണ്. കഴിഞ്ഞ ബജറ്റിൽ പരസ്യമായിട്ട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച കാര്യമില്ലേ, ബാർ ഉടമകളെ ഒഴിവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ബാറുകൾക്ക് ഇത് ബാധകമല്ല എന്നത്. അത് ഇളവാണോ? പ്രതിപക്ഷ നേതാവ് ഒന്ന് വാ തുറന്ന് പറയട്ടെ, ഇതൊക്കെയാണോ ഇളവ് എന്നത്? മൂന്നാമത്തെ കാര്യം,
ബാർ ഉടമകളുടെ ലൈസൻസുകളുടെ ക്രമക്കേടുകൾക്ക് ലൈസൻസ് റദ്ദാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ കൊണ്ടുവന്നത് ലൈസൻസ് റദ്ദാക്കാനുള്ള വ്യവസ്ഥ. ഇളവാണോ? ബാർ ഉടമകൾക്ക് കൊടുത്തിട്ടുള്ള ഇളവാണോ? ഇനി വേറൊരു കാര്യം, പിഴ UDF-ന്റെ കാലത്ത് നാമമാത്രമായിരുന്നു. അത് 30,000-ആയിട്ടും 1,00,000-ആയിട്ടും വർദ്ധിപ്പിച്ചത് ആരാണ്? LDF സർക്കാരിന്റെ കാലത്താണ് പിഴ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോ LDF അല്ല UDF എന്നവർ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. പക്ഷേ മന്ത്രി, ഇക്കാര്യത്തിൽ രണ്ട് സംശയങ്ങൾ എനിക്കുണ്ട്. ഒന്ന്, താങ്കൾ അവസരം ഉപയോഗിക്കാമെന്ന് ചിലർ കരുതിയെങ്കിൽ, അതായത് അതിൻ്റെ പേരിൽ പിരിവ് നടത്താം എന്ന് ചിലർ കരുതിയെങ്കിൽ, പിരിവ് നടത്തുന്നവരും പിരിവ് കൊടുത്തവരും ജയിലിനുള്ളിലാകുമെന്ന് പറയുന്നു. കേസ് നടത്തിപ്പിൻ്റെ പേരിൽ പോലും പണപ്പിരിവ് നടത്തിയവരാണ് ഇവരെന്ന്. നമുക്ക് ഇതൊരു ട്രൈബാണ് ഈ ബാർ ഉടമകൾ എന്ന് പറയുന്നത്. 10,000 പേരിൽ താഴെയല്ലേ ഇവരുള്ളൂ ആകെ? അത്രയും ഉണ്ടാവില്ല. കാരണം ഒരാൾക്ക് തന്നെ ഇവിടെ നിരവധി ബാറുകളുണ്ട്. അപ്പോൾ ഒരു 500-ൽ താഴെയുള്ള ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സമിതിയിൽ എടുത്തിട്ടില്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ആക്ഷേപം എത്ര കണ്ട്, അല്ലെങ്കിൽ താങ്കളുടെ ഈ പ്രതിരോധം എത്ര കൊണ്ട് ഫലവത്താകും? എനിക്ക് മനസ്സിലായില്ല എന്താണ് ചോദ്യം. അല്ല, എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ തന്നെ നല്ല ബന്ധമുള്ളവരാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണ്. ഇപ്പോൾ സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സമിതി ഇങ്ങനെ 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഈ അനുമോൻ എന്ന് പറയുന്ന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. അത് ഇടുക്കിയിലെ സാധാരണ ബാറുകാർക്ക് സുനിലിനെ വിളിച്ചു ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഒരാളെ വിളിച്ചു ചോദിച്ചാൽ മതി. അവിടെ അനുമോൻ എന്ന് പറയുന്ന ഒരു മധ്യത്തിൽ നിൽക്കുന്ന ഒരാൾ, ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാൾ പറഞ്ഞു എന്ന് കരുതി ഈ ബാർ ഉടമകൾ പണം കൊടുക്കുമോ? അങ്ങനെയൊക്കെയാണോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അതൊക്കെ വേറെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇടുന്നു, ആ വോയിസ് വാർത്തയാവണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇട്ടതായിരിക്കുമല്ലോ. അതൊരു വിവാദം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ. അത് അന്വേഷണം വരുമ്പോ അറിയാം എങ്ങനെയാണ് വന്നത് എന്ന്. അല്ല, ഇങ്ങനെ ഒരു വാർത്ത വന്നു, മന്ത്രി ഒരു പരാതി കൊടുക്കുന്നു, ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. ആ വാർത്തയെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ ആ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെടുന്നത്? അല്ല, അത് അന്വേഷണം കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ. അത് അന്വേഷണം കഴിയുമ്പോൾ അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് ഈ വാർത്ത കോൺട്രവേഴ്സി ഇത് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരം ഒരു വോയിസ് നോട്ട് കൊടുത്തിട്ടുള്ളത് എന്നത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അത് നിഷ്കളങ്കമായിട്ടൊന്നും കൊടുത്തിട്ടുള്ളതല്ല എന്ന്. അവര് തമ്മിലുള്ള പ്രശ്നം ഞങ്ങളുടെ വിഷയമല്ല. അവര് തമ്മിലുള്ള പ്രശ്നം അവർ തീർക്കട്ടെ. അവര് തമ്മിലുള്ള പ്രശ്നമാണെന്നൊക്കെ ഇന്ന് മാധ്യമങ്ങൾ കാണുകയുണ്ടായി. പക്ഷേ അത് സർക്കാരിന്റെ ചെലവിൽ പരിഹരിക്കാം എന്ന് വിചാരിച്ചാൽ വിവരമറിയും. നന്ദി മിനിസ്റ്റർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ അനിലക്കരെ, നോക്കൂ, കഴിഞ്ഞ ബാർകോഴ കേസിനകത്ത് നല്ല രസമായിരുന്നു. കാരണം ഒരു വിഭാഗം ബാറുടമകളെ നമ്മൾ ഒരു പാനലിലിരുത്തും, വേറൊരു വിഭാഗം ബാറുടമകളെ നമ്മൾ വേറൊരു പാനലിലിരുത്തും. അങ്ങനെ രണ്ടുപേരും പറയുന്നതിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു സോഫ്റ്റ്വെയറായി. ഇത്തവണ ഒരൊറ്റ ബാറുടമയില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെയാണ്. ഒറ്റ ആൾ പോലും ഏതെങ്കിലും ചാനലുണ്ടോ എന്നറിയില്ല, ഞങ്ങളുടെ ചാനലിലില്ല. അല്ല, ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ബാറ് വിവാദത്തിന് ശേഷം കേരളത്തിൽ UDF എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്താണ്? 5 സ്റ്റാർ ഹോട്ടലുകൾ ഒഴികെ ബാക്കി ആർക്കും ബാറുകൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് കൃത്യമാണല്ലോ. ഞങ്ങൾ ഒരു ബാർ മുതലാളിമാരെയും സഹായിക്കാനില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാറുകൾ പൂട്ടിയത്. പിന്നെ ഞങ്ങൾ ഫീസ് വർദ്ധിപ്പിച്ചു, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് യാതൊരു അടിസ്ഥാനവുമായി ബന്ധപ്പെട്ടില്ല. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ബാറുകളും 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കീഴിലുള്ള ബാറുകൾ ഒഴിച്ച് കേരളത്തിലെ എല്ലാ ബാറുകളും അത് പിന്നീട് ചർച്ചകളിലൂടെ 3 സ്റ്റാർ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ സർക്കാരിന്റെ നയവും അത് തന്നെയാണ്. 3 സ്റ്റാർ മുകളിലുള്ള ബാറുകൾക്ക് മാത്രമാണ് അനുമതി. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ അവസാനം ഞങ്ങൾ 5 സ്റ്റാറിന് കീഴിലുള്ള മുഴുവൻ ബാറുകളും കൃത്യമായിട്ട് അറിയാലോ. അപ്പൊ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്താണ്. ഇവിടെ ഇപ്പൊ മന്ത്രി നിഷ്കളങ്കനാവാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ഞാൻ സലാം പറഞ്ഞതിന്റെ കണക്ക് ഞാൻ പറഞ്ഞു. ഒരു വർഷക്കാലം കൊറോണ വന്നതുകൊണ്ട് നമ്മുടെ കച്ചവടം മുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം അംഗീകരിക്കുന്നോ എനിക്കറിയില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്ന നികേഷ്, എൻ്റെ ഒരു ഒറ്റ ചോദ്യമാണ്. സുനിൽ കുമാർ എന്ന് പറയുന്ന ഈ ബാർ മുതലാളിമാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസ്സുകാരനല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു LDF അനുഭാവിയാണ്. പഴയ SFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ കാര്യം നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞങ്ങൾ പിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതൊരു കെട്ടിടം പണിയാൻ വേണ്ടി തീരുമാനിച്ചാണെന്ന് പറഞ്ഞു. നികേഷ് കൂടെ പറഞ്ഞല്ലോ, കേരളത്തിൽ 1000-ൽ താഴെ, കൃത്യമായി പറഞ്ഞാൽ 900-ൽ താഴെ ബാറുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. എന്ന് വെച്ചാൽ 831ഓളം വരുന്ന ബാറുകൾക്കുള്ള അസോസിയേഷനാണ് ഇത്. ആ അസോസിയേഷൻ
കേരളത്തിൽ 20-25 കോടി രൂപ പിരിച്ചെടുത്ത് ഒരു കെട്ടിടം ഇവർക്ക് എന്തിനു വേണ്ടി പണിയുന്നു എന്ന് ചോദിച്ചാൽ സാമാന്യ യുക്തിക്ക് മനസ്സിലാക്കുന്ന അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആൾക്കും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. 500 പേര് മാത്രമുള്ള ഒരു സംഘടന, ആ സംഘടനയ്ക്ക് 20 കോടി രൂപ വരുന്ന ഒരു കെട്ടിടം എന്ന് പറഞ്ഞ് ഈ സുനിൽകുമാർ പറയുന്നത്, ഈ മന്ത്രിയും ഞാനും നിങ്ങളും കേരളത്തിലെ ജനങ്ങളും ഒക്കെ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ ഏത് നാടാണിത്? അവരൊക്കെ രാജകീയമായി ജീവിക്കുന്നവരല്ലേ ശൈലജ? ശേഷം തിരുവനന്തപുരത്ത് പോയാൽ കിടക്കാനൊരു സ്ഥലം വേണ്ടേ എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? രാജകീയമായി ജീവിക്കുന്ന ആളുകൾക്കാണ്. തിരുവനന്തപുരത്താണെങ്കിൽ ഇവർക്ക് ആഡംബര ചുംബികളായ ഹോട്ടലുകളും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമുള്ള ആളുകളാണ്. ശരി, അമ്പരചുംബി അസോസിയേഷൻ കെട്ടിടം ഉണ്ടാകണമെന്നാണോ ആഗ്രഹിക്കുന്നത് അറിയാം. ഇടവേളക്ക് അമ്പരചുംബികൾ. യെസ്, പറഞ്ഞോളൂ, അതിന് മറുപടി പറയൂ ഷെയ്ഖ് സലാം. അതിൽ അദ്ദേഹം പറഞ്ഞ കണക്കിൽ പുതിയൊരു കണക്കൂടി ഞാൻ പറയാം. ഇപ്പോൾ 2022-23 ആ വർഷത്തെ വിൽപ്പന 224.34 ലക്ഷം കേസാണ്. 10 വർഷം മുമ്പ് നിങ്ങൾ ഭരിക്കുമ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ വർഷത്തിന് 10 വർഷം മുമ്പുള്ള വിൽപ്പന 244.33 ലക്ഷമാണ്. അതായത് 8.1% കുറവ്. അപ്പൊ ഇപ്പോ ഉള്ള വിൽപ്പനയുടെ 10 കൊല്ലം മുമ്പ് UDF ഭരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ 8% കുറവാണ് വിൽപ്പന. അടിസ്ഥാനപരമായി തെറ്റാണ് ശ്രീ അൽക്കര ഈ വിൽപ്പനയുടെ കണക്കുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് കണക്ക് മാത്രമല്ല, പുതിയ കണക്ക് ഇതാണ്. ഇവിടെ വ്യക്തമായും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, LDFന്റെ നയം UDFന്റെ കാലത്തെ പോലെ ഏതെങ്കിലും സമ്പന്ന വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് വേണ്ടിയുള്ള നയം സ്വീകരിക്കുന്ന മുന്നണിയല്ല ഇടതുപക്ഷ മുന്നണി. നിങ്ങൾ പറയൂ, ആർക്ക് വേണ്ടി പണം പിരിച്ചു പറയാൻ ധൈര്യമുണ്ടോ? ആർക്കെങ്കിലും? UDFകാർക്ക് ധൈര്യമുണ്ടോ? അല്ലെ BJPക്ക് ധൈര്യമുണ്ടോ? അല്ലെ ബാർ ഉടമകൾക്ക് ധൈര്യമുണ്ടോ? ഇന്ന ആൾക്ക് വേണ്ടി പണം പിരിച്ചു പറയാൻ പറ്റുമോ? നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനല്ല. എന്ന് മൊഴിയില്ലേ? സ്വതന്ത്ര അന്വേഷണ ഏജൻസി കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? അവസാനം ഭീഷണിപ്പെടുത്തി ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? CPMന്റെ ഈ സർക്കാർ അതായത് ജയപത്മകുമാർ, താങ്കൾ കരുതുന്നത് മന്ത്രി ഭീഷണിപ്പെടുത്തുകയാണ് ആരും പരാതിയുമായി വരാതിരിക്കാൻ വേണ്ടി? ഒരു മിനിറ്റ്, ഒന്ന് ജയപത്മകുമാറിന്റെ മൈക്ക് ഓൺ ചെയ്യൂ. അതായത് മന്ത്രി ഭീഷണിപ്പെടുത്തുമായ ഒരു അന്വേഷണം നടത്തുമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വിവരം അറിയുമെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെയാണോ പറയേണ്ടത്? അതിനെ കുറിച്ച് അന്വേഷിക്കും, ഇത് തെറ്റാരുടെ ഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ പരിശോധിക്കും. സംഘടനാപരമായി ഏതെങ്കിലും ചെറിയ ആളല്ല, അതേപോലെ ജില്ലയുടെ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ട ആള് ഒരു ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒരു ഓർഗനൈസേഷന്റെ 1000 പേർക്ക് അകത്തുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒരു ജില്ലയുടെ പ്രസിഡന്റുമാണ്. എവിടെയെങ്കിലും ഉള്ള ഒരാളല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിരിവ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് നടത്തുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാം, അവന് വിവരം അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അങ്ങനെയാണോ അന്വേഷണത്തെ ഒരു സർക്കാർ പ്രതിനിധി നോക്കിക്കാണേണ്ടത്? അന്വേഷണം ഇങ്ങനെ ഒരു വിഷയം കിട്ടിയ പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. വിവരം അറിയുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന ഞാൻ കാണിച്ചു തരാമെന്നാണോ പറയുന്നത്? മന്ത്രി അങ്ങനെയാണോ പറയുന്നത്? അന്വേഷണ ഏജൻസിയാണ് വേണ്ടത്, സ്വതന്ത്ര അന്വേഷണ ഏജൻസി. അതല്ല നികേഷ്, അദ്ദേഹം പറഞ്ഞ വാക്കിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. ആ അന്വേഷണം വരുമ്പോ ഈ തെറ്റ് കാണിച്ച വിവരം അറിയുന്ന പറഞ്ഞത്. ആ സെൻസിലല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ UDFന്റെ കാലത്തെ വ്യത്യാസം എന്താണ്? ഇനി ആരും പോലും പരാതി കൊടുത്തോൻ വിവരം അറിയും. ബാബുവിന് പൈസ കൊണ്ട് കൊടുത്തെന്നും ആ പൈസ ഞാൻ പറയട്ടെ, ബാബുവിന് പൈസ കൊണ്ട് കൊടുത്തെന്നും ആ പൈസ കാല കൊണ്ട് വെക്കുന്ന കണ്ടെന്നും മൊഴി ഞാൻ പറയട്ടെ. ഞാൻ ചോദിക്കുകയാണ്, ഈ സർക്കാരുമായി ബന്ധപ്പെട്ടതാ ഇന്നയാൾക്ക് പണം കൊടുക്കാൻ കൊണ്ടുപോകുന്നു അല്ലെ വാങ്ങിക്കുന്നു ഒരാൾ പറഞ്ഞോ? അതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ കേസ് അങ്ങനെയല്ല. ബാബുവിന് പൈസ കൊടുത്തുന്നു, ആ പൈസ കാറിൽ കൊണ്ടുവെക്കുന്ന സർക്കാരിനെതിരായ ആരോപണമാണ്. ആ സർക്കാരിന്റെ അന്വേഷണം എങ്ങനെയാണ് ശരിയാകുക? സർക്കാരിന് പുറത്ത് സ്വതന്ത്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഈ മദ്യനയ അഴിമതി അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അല്ല, ഞാനൊന്ന് പറയട്ടെ. രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്.
MP രാജേഷിന്റെ മദ്യനയത്തിനെതിരായിട്ടുള്ള അഴിമതി ആരോപണം അല്ലല്ല, വന്നു. അത് നിങ്ങളുടെ വാർ മുതലാളിമാർ കാലത്തുണ്ടായ പറഞ്ഞു. ഏർപ്പാടാണ്. ഇതിനെതിരായി സർക്കാരിന്റെ കീഴിലില്ലാത്ത ഒരു എവിടെ? സ്വതന്ത്ര അന്വേഷണ എവിടെ? ഏജൻസിയെ എവിടെ വെച്ച് അഴിമതി അന്വേഷണം ആരോപണം? നിങ്ങൾ തയ്യാറുണ്ടോ? എവിടെ 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 MP രാജേഷിനെതിരെ എവിടെ ആരോപണം? അല്ലക്കരെ അവസാനമായി എക്സലാമിന് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യത്തിന് മറുപടി പറയൂ. അല്ലക്കരെ ആർക്ക് പൈസ കൊടുത്തു? എക്സൈസ് മന്ത്രിക്കാണോ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കാണോ, അതോ പിണറായി വിജയനാണോ? നിങ്ങള് പറയോ പറയോ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ലേ, നമ്മളൊരു അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു പള്ളിയിൽ പോയി നമ്മളൊരു വഴിപാട് കഴിക്കുമ്പോ അത് ഇന്ന ആൾക്ക് എന്നല്ല മനസ്സിലായിട്ടല്ലേ കൊടുക്കുന്നത്. ആരവിടെ എഴുതി വെച്ച് കൊടുക്കാറുള്ളൂ. ഇവിടെ കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ലേ, നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൊടുക്കേണ്ടവർ കൊടുക്കണം, ഡ്രൈവറെ ഒഴിവാക്കി കിട്ടണം, സമയം കൂട്ടണം, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കൊടുക്കേണ്ടവർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് കൊടുക്കണം എന്ന് തന്നെയാണ്. കൊടുക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോ തൊട്ട് കാണിക്കണം, ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർ ചൂണ്ടിക്കാണിക്കട്ടെ. ഇത്തരത്തിലുള്ള ആക്ഷേപം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട ആളുകൾ ചൂണ്ടിക്കാണിക്കട്ടെ. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ആ ജീവിച്ചിരിക്കുന്നവര് ഇന്നല്ലെങ്കിൽ നാളെ പ്രതികരിക്കുമായിരിക്കും, വിവരമറിയില്ല എങ്കിൽ. അനിൽ അക്കരെ, ഒപ്പം തന്നെ JR പത്മകുമാർ, ഒപ്പം തന്നെ എക്സലാം, MP രാജേഷ്, ശിവരാമൻ, നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.